ഡിവൈഎഫ്ഐ K7 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. മത്സരത്തിൽ FC കോട്ടപ്പുറം മിന്നും വിജയം കരസ്ഥമാക്കി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ SFA അംഗീകൃത K7 സോക്കർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ലഹരിയാവാം കളിയിടങ്ങളിൽ എന്ന സന്ദേശവുമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ മാസം 24 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രഗത്ഭരും പ്രശസ്തരും നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ജോപോൾ അഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. നമുക്കതാണ് ഏറ്റവും വലുത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് ചെറുപ്പത്തിൽ തന്നെ യുവജനോപരിയിലാണ് എല്ലാവരും പോകുന്നത്. 10ാം ക്ലാസ് എത്തുന്നതിനും ആ ഒരു പരിപാടി മാറ്റി വെച്ചു. കാരണം അവരെന്ത് കഴിച്ചോണ്ടാണോ ഇത് കൂടുന്നത് മനസ്സിലാക്കുന്നില്ല. കാരണം അതുപോലുള്ള ലഹരിയിൽ നിന്ന് മാറി നമുക്ക് ഫുട്ബോളിന്റെ ലഹരിയിലേക്ക് ഫുട്ബോൾ ഞാൻ പറയുന്നില്ല, ഏത് സ്പോർട്സ് ആയാലും നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ചാൻസുകളാണ് ഇന്ത്യയിലുള്ളത്. പള്ളിക്കളങ്ങളിൽ നമുക്ക് കിട്ടാൻ സാധിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാരിയർ കൂടിയാണ് ഫുട്ബോൾ. ഫുട്ബോൾ ഏതെങ്കിലും ബാസ്കറ്റ്ബോളായാലും വോളിബോളായാലും പക്ഷെ അതിലേക്ക് കടന്നില്ല, മറ്റുള്ള ലഹരിയിൽ മാറിക്കൊണ്ട്. പിന്നെ ഞാനിവിടെ ഒരുപാട് സെവൻസ് ഗ്രൂപ്പുകളൊക്കെ കാണുന്നുണ്ട്. കാരണം കുറച്ച് നേരം കളി നടക്കും, പിന്നെ എപ്പോഴും ഇല്ലായിരിക്കും. അത് നിർത്തണം. കാരണം നമ്മൾ കളിക്കുന്ന കാലത്ത് ചെറുതൊക്കെ ഉണ്ടായിരിക്കണം. സംഘാടക സമിതി ചെയർമാൻ PK നിശാന്ത് അധ്യക്ഷനായി. പ്രമുഖ അഭിഭാഷകൻ CK ശ്രീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുൻ നഗരസഭാ ചെയർമാൻ VV രമേശൻ, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, SFA സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ്, ജില്ലാ ട്രഷറർ സൈനുദ്ദീൻ, M രാഘവൻ, ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ V ഗിനീഷ് സ്വാഗതവും കൺവീനർ വിപിൻ ബല്ലത്ത് നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ FC തൃക്കരിപ്പൂരിനെ പരാജയപ്പെടുത്തി നാഷണൽ FC കോട്ടപ്പുറം ജേതാക്കളായി. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. രണ്ടാം പകുതിയിൽ 47 മിനിറ്റിൽ വിദേശ താരം ഇസാമിന്റെ മനോഹരമായ ഒരു ഹെഡിലൂടെ കോട്ടപ്പുറം ടൂർണമെന്റിലെ ആദ്യ ഗോൾ നേടി മുന്നിലെത്തി. പിന്നീട് കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ FC തൃക്കരിപ്പൂരിന്റെ 7ാം നമ്പർ താരം അൽഫുവിലൂടെ സമനില ഗോൾ നേടി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.